പ്രിയപ്പെട്ട LPUP ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ തമ്പ് കണ്ടിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം. ഇനി LPUP പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒത്തിരി കമന്റ് നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ മിസ്സേ? കാര്യമുണ്ടോന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് LPUP വിജയപഥ് മാസ്റ്റർ ബാച്ച് 1.0. LPUP വിജയപഥ് എന്ന് പറയുന്ന കോഴ്സ് ഫുള്ളി റെക്കോർഡ് ക്ലാസ് ആയിരുന്നു, നിങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. പക്ഷെ മാസ്റ്റർ ബാച്ചിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ മേക്കിംഗ് റാങ്ക് ഹോൾഡേഴ്സ്. അതായത് നമ്മളിപ്പോ ഒരു ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അതായത് ഇപ്പൊ എല്ലാവരും പറയും ലിസ്റ്റിലുണ്ട് പറഞ്ഞ കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ്, അതായത് നിയറസ്റ്റ് റാങ്ക്, ഏറ്റവും നമ്മള് ഒന്നിൽ നിന്നും ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ LPUP വിജയപഥ മാസ്റ്റർ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ വഴിയെ പറയാം. അപ്പൊ നമുക്ക് തമ്പിലേക്ക് ആദ്യം നിങ്ങൾ കുറെ കൺസേൺ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി LPUP പഠിച്ചിട്ട് കാര്യമുണ്ടോ, അവിടെ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. തീർച്ചയായും കാര്യമുണ്ട്. കാരണം അത് എത്രയും ഉറപ്പിച്ച് നമ്മൾ പറയാനുള്ള ഒരു കാരണം എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമിന് അല്ലെ, നമ്മുടെ ഇപ്പോ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ നമുക്ക് മീറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 മാസമൊക്കെ ഇരുന്ന് പഠിച്ച് ഏറ്റവും നല്ല റാങ്കിൽ എത്തിച്ചേർന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ജോലിക്ക് കയറിയവർ വരെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് കൺസേൺസ് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട്, അല്ലെങ്കിൽ അവരിപ്പം ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അവളൊരു 8 മാസം അല്ലെങ്കിൽ 2 വർഷമായിട്ട് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കിപ്പോ സ്കൂളിൽ പോകണം, ഇതിന്റെ ഞാൻ നോക്കിയിട്ടില്ല. ഇനി ഇപ്പൊ നമുക്കറിയാം, ഓൾറെഡി നമുക്ക് ദിവസങ്ങൾ എണ്ണി നോക്കി അറിയാം. മാർച്ച്, ഏപ്രിൽ, മെയ്, നമ്മൾക്കിപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ടെന്റേറ്റീവ് കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് UPSC ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായാലും സുരക്ഷിതമായിട്ട് 90 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഈ 90 ദിവസം മതി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഇത്രയും നാളും പഠിച്ചവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും മണിക്കൂറുകൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 20 മണിക്കൂർ പഠിച്ചു എന്ന് വേണ്ടൊന്നും കാര്യമില്ല എന്ന് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇരിക്കുന്ന സമയം ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലേ. മനസ്സൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ വെറുതെ വാരി വലിച്ച് പഠിക്കാതെ കാര്യമില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇതുവരെ തുടങ്ങാത്തവര്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതലാണ്. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇത്രയും നാളും പഠിക്കുന്നവര് ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ട് ഇനി കാര്യമുണ്ടോ, ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സേഫ് സോൺ ആയിട്ട് 90 ദിവസമുണ്ട്. മാർച്ച് മാസം സ്കൂളിൽ പോകുന്ന അധ്യാപക സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് എക്സാം വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് കുറയുന്നു എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. പരീക്ഷ പേപ്പറൊക്കെ നോക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു വാം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ടൈമാണ്. സ്റ്റാർട്ടിംഗ് കിട്ടാനുള്ള സമയം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ, അതായത് ഇവര് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും ഒരു ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യേണ്ട വിഭാഗങ്ങളുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രമുണ്ട്, മാത്സ്, മലയാളം, സയൻസ് എടുത്തു പറയേണ്ട ഒരു മേഖലയാണ്. ഇവയ്ക്ക് ടാർഗറ്റ് കൊടുത്ത് ടൈം കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരിക. അതും ഒരു ടൈം ടേബിൾ ബേസ് തന്നെ മുന്നോട്ട് പോകണ്ടേ. ഒരു സബ്ജക്ട് തന്നെ ബാധിക്കാതെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ഒത്തിരി സ്റ്റഡി ടൈം എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിന് പല വീഡിയോസിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാവുന്നതാണ്. അപ്പൊ പലരും പറയും, എനിക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഇത്ര സമയം പോരാ. ഓരോരുത്തർക്കും ഓരോ അഭിരുചിയാണ്. അതുപോലെ എത്ര മണിക്കൂർ പഠിച്ചാൽ നമുക്കിനി നേടിയെടുക്കാൻ പറ്റും? അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ആൻസർ, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, കുറെ നമുക്ക് ബാലൻസ് വരുന്ന കുറെ ടോപ്പിക്സ് ഇല്ല ഓരോ ദിവസം. അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ മാറ്റി എഴുതി വെക്കുക. വേറൊരു ബുക്കിൽ, ഒരു പേജിൽ നിങ്ങൾ എഴുതി വെക്കുക, എനിക്ക് തീർക്കാൻ പറ്റാത്ത ടോപ്പിക്. കാരണം നമ്മൾ വീണ്ടും റിവിഷൻ വന്ന സമയത്ത് ഈ ടോപ്പിക്ക് നമ്മൾ ആദ്യം എടുക്കാം. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്സ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ പോകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാം. പിന്നെ എത്ര മണിക്കൂർ പഠിക്കണം, വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വീട്ടമ്മമാരായിരിക്കും, ജോലിക്ക് പോകുന്നവരായിരിക്കും, ഫുൾ ടൈം പഠിക്കുന്നവരായിരിക്കും, ഇങ്ങനെ പല രീതിയിലുള്ളവരായിരിക്കും. ഇപ്പൊ മിസ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു, പല HSA റാങ്ക് ഹോൾഡേഴ്സിന്റെ സ്റ്റോറി നമ്മൾ കേൾക്കുന്ന സമയത്തും, അല്ലെങ്കിൽ LPUP നേടിയെടുത്ത ഒരു സ്റ്റോറി കേൾക്കുന്ന സമയത്തും, ഇത്ര ടൈം ഇരുന്ന് പഠിച്ചാൽ കുറച്ച് ടൈമാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്, അതിൽ ഞാൻ നേടിയെടുത്തു എന്ന് അവർ പറയാറുണ്ട്. അപ്പം സമയം എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം 6 മണിക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ ചോദിച്ചാൽ ഇനി എത്ര മണിക്കൂർ പഠിക്കാൻ ടൈം ഇല്ല, 6 മണിക്ക് ഉറക്കം എഴുന്നേക്കുന്ന ആള്
ഇനി എന്തായാലും 4:30 ഉറക്കം എഴുന്നേൽക്കുക. അപ്പൊ രാവിലെ വേണോ വൈകുന്നേരം വേണോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതായത് എനിക്ക് പറയാനുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ ഇപ്പൊ അത് നിങ്ങളുടെ സമയം. ചില ആൾക്കാർക്ക് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നത് ഒരുപാട് ഇഷ്ടം. അപ്പൊ എന്നെ സംബന്ധിച്ചെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം രാത്രി ഇരിക്കും, പിന്നെ കുറച്ചൊന്ന് ഉറങ്ങാം. അതിൽ ചില ആൾക്കാർക്ക് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കുന്നതാണ് ശീലം. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ ആ സമയം നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അടുത്ത ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകരുടെ എണ്ണം അവർ നോക്കും. LP ആട്ടെ UP ആട്ടെ നോക്കിയിട്ട് ഞാൻ അപേക്ഷിച്ച ജില്ലയിൽ ഇത്രയാണ് എണ്ണം വന്നിരിക്കുന്നത്, എനിക്ക് ഇതിൽ ഒരു റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുമോ? ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള തോട്ട് പ്രോസസ്സിംഗ് ആണ് അവിടെ നടന്നുകൊണ്ട് പോകുന്നത്. അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, സാർ ഞാൻ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, ഇവിടെ കൂടുതലാണോ, ഇവിടെ വേക്കൻസി കുറവാണോ, മലപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ, അങ്ങനെ കുറെ എന്താ പറയാ സെർച്ചിങ്ങിന് ശേഷമാണ് ശരിക്കും ഒരു അപ്ലൈ ചെയ്തേക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴാണ് അടുത്ത നമ്മുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് വന്നപ്പോഴാണ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കുറച്ച് മോട്ടിവേഷൻ കുറഞ്ഞ് കിടക്കുവാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് പറയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ അപേക്ഷിച്ച് എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണോ മിസ്സേ? തീർച്ചയായും പറഞ്ഞാൽ അല്ല. അത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് തന്നെ അറിയാം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല എന്നറിയാം. അതുപോലെ തന്നെ HSA HSST എക്സാം എഴുതിയിട്ടുള്ളവരുണ്ട്. പിന്നെ അതേപോലെ ഈ കഴിഞ്ഞ UPSC ലിസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ച് പേര് കയറാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ HSAയുടെ നമുക്ക് അറിയാം സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്സ്, മലയാളം ഇങ്ങനെയുള്ളതിലും ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഉള്ളവരും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ HSST അതും ഇതേപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റിലുള്ളവര് ഓൾറെഡി നല്ല നല്ല റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നവരുണ്ട്. VHSC അതെ NVHSC. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് അറിയാവുന്നില്ല ടീച്ചിങ്ങിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നിൽക്കുന്ന ഈ റാങ്കാണ് HSA HSST VHSC UPSC. പിന്നെ അതേപോലെ LPSCയുടെ NCAയുടെ ഒക്കെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ കുറെ നിൽക്കുന്നുണ്ട്. അപ്പോ പിന്നെ അതേപോലെ പഠിക്കാൻ എന്താ പറയാ വെറുതെ അപ്ലൈ ചെയ്തിട്ട് വേണോ? അപ്പൊ നമുക്ക് എത്ര ശതമാനം പേരെ നീക്കാം? അങ്ങനെ പറയുമ്പോ എത്ര വരെ നമുക്ക് മാറ്റി നിർത്താം? ഒരു 60%. അത്ര ബാക്കി ഒരു 40 മുതൽ 50% ഓഡിയൻസ് ആണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഏത് ജില്ല നോക്കിയാലും 40 മുതൽ 50% ഓഡിയൻസ് മാത്രമായിരിക്കും സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമുക്കിപ്പോ ഒരു ടൈം ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പം ഇത്രയും നിങ്ങളുടെ ഡെയിലി റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തിയാലേ പറ്റത്തുള്ളൂ. ഇപ്പം അറിയാം ഉത്സവകാലമാണ്, നമുക്ക് മാനസികമായിട്ടുള്ള എൻജോയ്മെന്റ് എല്ലാം വേണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണം. കാരണം നമ്മളെല്ലാവരും സ്ട്രെസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യജീവികൾ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. ഇനിയും പഠിച്ചിട്ട് കാര്യം ഉണ്ട്, ഇല്ല തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതേപോലെ സാർ നമുക്ക് വേണ്ടി സാർ പറഞ്ഞു നമുക്ക് വേണ്ടി സമയം കണ്ടെത്താന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ മുമ്പിൽ. കല്യാണം കഴിയാത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രാരാബ്ദം ഉള്ളവരുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ 3 മാസം നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം. അത് ശരിക്കും നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം എനിക്ക് ഫാമിലി ഉണ്ട്, കുട്ടിയുണ്ട്, ഹസ്ബൻഡിനെ നോക്കണം, അങ്ങനെയുള്ളതൊക്കെ കുറച്ച് മാറ്റി വയ്ക്കുക. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം എങ്കിൽ പോലും അത് നമ്മുടെ ഒരു നല്ലതിനാണെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതാം. പിന്നെ അവരെയും കൂടി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഞാൻ ഇങ്ങനെ ഒരു ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ജോലി നമുക്ക് ആവശ്യമാണ്, ഇനി എൻ്റെ അവസാനത്തെ എക്സാം ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞോ, എനിക്കിനി ഒരു എക്സാമിൻ്റെ മുന്നിലില്ല. ആ ഒരു സീരിയസ്നെസ് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാനെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കൈത്താങ്ങായിട്ടാണ് എൻട്രി വന്നിരിക്കുന്നത്. എൻട്രിയുടെ LPUP വിജയപഥ മാസ്റ്റർ ബാച്ച് 1.0 എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ എല്ലാ കോഴ്സും ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അതായത് മന്ത്ലി സബ്ജക്ട് ഫോക്കസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. അതായത് നമ്മുടെ LPUP വിജയപഥ കോഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ് ആയിരുന്നെങ്കിൽ മാസ്റ്റർ ബാച്ച് 1.0ലേക്ക് എത്തുമ്പോൾ റെക്കോർഡ് ക്ലാസ് പ്ലസ് ലൈവ് ക്ലാസ്. ഈ ലൈവ് ക്ലാസ് തരുന്നത് ഓരോ മാസം ഈ ഓരോ സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. ഇപ്പൊ നമുക്കറിയാം ചില സബ്ജക്ട് ചെറുതാണെങ്കിൽ അവിടെ 2 സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുള്ള ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നതിന് പുറമെ ആ ഉദ്യോഗാർത്ഥി ലൈവ് ക്ലാസ് കാണുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു മാസ്റ്റർ ബാച്ച് 1.0ക്ക് ഈ ഒരു നമുക്ക് എക്സാം ടൈം ടേബിൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സാമിന്റെ ടൈം വെച്ചുകൊണ്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ ഇവിടെ മാസ്റ്റർ ബാച്ചിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
പഠിക്കാൻ ഉള്ള സമയമുണ്ട്. ഇനി നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ട്, ഇത്രയും പേര് അപേക്ഷിച്ചു, ഇതൊക്കെ മാറ്റി വെക്കുക. ഇനി പലരും അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചു, ഞാൻ തൃശ്ശൂർ അപ്ലൈ ചെയ്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ വേക്കൻസി, ഇങ്ങനെ കുറെ നെഗറ്റീവ് നിങ്ങളെ തേടിയെത്തും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് സബീർ സാർ ഒരു ദിവസം ലൈവ് നിങ്ങളോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് നിങ്ങളെ തേടി മാറ്റി വെച്ചേക്കാം. നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞതാണ്. നമ്മൾ പ്രവർത്തിക്കുക. ഇനി ആക്ഷന്റെ സമയമാണ്. ആ ആക്ഷനുമായി മുന്നോട്ട് പോവുക. അപ്പൊ നെക്സ്റ്റ് ഓരോ അതായത് ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോൾ 100 മാർക്കിന്റെ മോക്ക് എക്സാംസ്, പ്രത്യേകിച്ച് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ്, എൻട്രിയുടെ റാങ്ക് ഹോൾഡേഴ്സ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നതാണ് നമ്മുടെ മോഡൽ എക്സാംസ്. അവർ ഏറ്റവും കൂടുതൽ അവർക്ക് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് അവിടെ കാണാൻ കഴിയും. നമ്മള് എത്ര പഠിച്ചിട്ട് കാര്യമില്ല, എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ ലൈവ് എക്സാം ഇവിടെ നിങ്ങൾക്കുണ്ട് ഒരുപാട്. അതുപോലെ ഓരോ ടോപ്പിക് വൈസ് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും വലിയ മെന്റർഷിപ്പ് സപ്പോർട്ട്, അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്, ലൈവ് സെഷൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ബാനറിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായിട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സ് നൽകിയിരിക്കുന്ന ഫോമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ LPUP ഇനി പഠിച്ചാലും നമുക്ക് കിട്ടുന്നതാണ്. ഒരു വാസ്റ്റ് സിലബസ് ആണെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങളൊരു ഓർഡറിലേക്ക് കൊണ്ടുവരിക. ആദ്യം സിലബസ് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ഉള്ളത്. അതിൽ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾക്ക് 2 ആഴ്ച പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതിനുശേഷം അവിടെ പ്രാധാന്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കോർ സബ്ജക്ട് നമ്മൾ പറയുന്ന സയൻസ്, വിദ്യാഭ്യാസ, മനഃശാസ്ത്രം, മലയാളം, ഇംഗ്ലീഷ്, ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് എപ്പോഴാണ് അനുയോജ്യമായ സമയം അത് കണ്ടെത്തുക. നെഗറ്റീവായി പറയുന്ന ആൾക്കാരുടെ വോയിസ് ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് മാക്സിമം കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അകത്തേക്ക് എടുക്കാതിരിക്കുക. നിങ്ങളത് മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യുക. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരിലെ കുറച്ചാലത്തേക്ക് തീർച്ചയായിട്ടും നാളൊരു കാലത്ത് ഈ ഒരു LPUPക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം വിജയാശംസകൾ. താങ്ക് യു.